22 ഒഫീഷ്യൽ ലാംഗ്വേജ്, 122 മേജർ ലാംഗ്വേജ്, 1599 പ്രാദേശിക ഭാഷയുള്ള മഹാരാജ്യത്തിൽ കഴിയുന്ന നമ്മൾ ഇന്ത്യൻസിന് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ രണ്ടത്തിനോട് പുജ്ഞം. എപ്പോഴെന്ന് പറയട്ടാ, ഇന്ത്യ വിൻ ദ മാച്ച്, ഇന്ത്യ വൺ ദ മാച്ച്, ഇന്ത്യ വിൻസ് ദ മാച്ച്. ഏതപ്പോ ശരി? ഒരു ടീച്ചർ എന്ന നിലയിൽ ഏത് പഠിപ്പിക്കണം? മൂന്നും ശരിയാ. എന്നാൽ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വിൻ, വോൺ, വോൺ അല്ലേ? ഇന്ത്യ വോൺ ദ മാച്ച് ആണ്. കാഷ്വലി നമ്മളെല്ലാവരും കൂട്ടത്തോടെയൊക്കെ രസകരമായി സംസാരിക്കുമ്പോൾ ഇന്ത്യ വോൺ ദ മാച്ച്. പക്ഷേ ഹിസ്റ്ററിക്കൽ പ്രസന്റ് അല്ലെങ്കിൽ നറേറ്റീവ് പ്രസന്റ് എന്നുള്ള, ഇപ്പോൾ ചരിത്രപരമായിട്ട് അത് നടന്നത് എന്നുള്ള ആ ഒരു ഇതിൽ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യ വിൻ ദ മാച്ച് എന്നാണ് പറയാ. അവർ ഈ ഇന്ത്യനെ എങ്ങനെ എടുക്കുക അറിയോ? ദ പ്ലേയേഴ്സ് ഓഫ് ഇന്ത്യ വിൻ ദ മാച്ച്. അപ്പൊ അത് കറക്റ്റായി. അല്ലെങ്കിൽ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടില്ലേ, സിംഗുലർ വരണം എന്നുള്ളത്. ഇന്ത്യ വിൻസ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, ഇന്ത്യ വിൻസ് ദ മാച്ച് ആണ്. കാര്യം എന്താ? അവർ ഇന്ത്യയെ ഒറ്റ രാജ്യമായി കണ്ടുകൊണ്ട് സിംഗുലർ ആയിട്ട് എടുക്കുമ്പോൾ ഇന്ത്യ വിൻസ് ദ മാച്ച് എന്നാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇന്ത്യ വോൺ ദ മാച്ചേ ദഹിക്കുള്ളൂ. വേണമെങ്കിൽ പത്രക്കെട്ടെടുത്ത് നോക്കിക്കോ, ഇന്ത്യ വിൻ ദ മാച്ച് എന്ന് കാണുമ്പോൾ ഞെട്ടരുത്. 1599 ഭാഷ, ഇങ്ങനെ വരെ ഉള്ള ഭാഷ നമ്മുടെ ഇടയിലുണ്ട്. പ്രാദേശികമായിട്ട് ട്രൈബൽ ലാംഗ്വേജ്, അതൊന്നും പഠിക്കേണ്ട. നമ്മളിടയിലുള്ള ആളുകളുടെ ഭാഷകൾ പോലും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത് പോലും പഠിക്കരുത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കുറ്റം പറയണം. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. ഇതുപോലെ കാര്യങ്ങൾ വ്യക്തമായി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് ആവശ്യം തന്നെയാണ്. നോക്കൂ, ഗ്രാമർ മാത്രം പഠിച്ചത് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനാവില്ല. നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ബേസ് കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, ഇന്റർമീഡിയറ്റ് ആണെങ്കിലോ 350 ടോപ്പിക്സ്. അഡ്വാൻസ് കോഴ്സിന് ജോയിൻ ചെയ്താൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കി ഗ്രാമർ യമൺ 10 ക്ലാസ്. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി.